പെരുമ്പഴുതൂർ സർവീസ് സഹകരണ ബാങ്കിനെതിരെ നിക്ഷേപകരെ പങ്കെടുപ്പിച്ച പ്രത്യക്ഷ സമരപരിപാടികളുമായി CPIM രംഗത്ത്. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഭരണസമിതിയെ പിരിച്ചുവിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്തണമെന്ന് തിരുവനന്തപുരം CPIM ജില്ലാ സെക്രട്ടറി V. ജോയ് ആവശ്യപ്പെട്ടു. നിക്ഷേപത്തുക കിട്ടാത്തതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത കർഷകൻ സോമസാഗരത്തിന് കർഷക സംഘം 1 ലക്ഷം രൂപ ധനസഹായവും കൈമാറി. പെരുമ്പഴുതൂരിലെ സാമ്പത്തിക പ്രതിസന്ധി സമരത്തിലൂടെ ഉയർത്തിക്കൊണ്ടുവരാൻ CPIM. ഇതിന്റെ തുടക്കമാണ് ബാങ്കിന് മുന്നിലെ പ്രതിഷേധം. കാലാവധി പൂർത്തിയായിട്ടും നിക്ഷേപത്തുക തിരികെ കിട്ടാത്ത ആളുകൾ സമരത്തിൽ പങ്കെടുത്തു. 18 കോടി രൂപയുടെ ബാധ്യതയാണ് നിലവിൽ പെരുമ്പഴുതൂർ സഹകരണ ബാങ്കിനുള്ളത്. നിക്ഷേപകർക്ക് എങ്ങനെ പണം തിരിച്ചു നൽകുമെന്നറിയാതെ മാനം നോക്കി നിൽക്കുകയാണ് കോൺഗ്രസ് ഭരണസമിതി. ഇതിനിടയിലാണ് സമ്മർദ്ദവുമായി CPIM-ന്റെ പരസ്യ സമരം. കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട് ഇത്തരം മോശപ്പെട്ട പ്രവർത്തനങ്ങൾ ഈ ബാങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ലോണുകൾ നൽകുന്നതിലുള്ള തിരിമറി കൂടിക്കൂടി വരികയാണ്. കർശനമായ നിലപാട് അത് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് സ്വീകരിക്കണം. പോലീസും അതുമായി ബന്ധപ്പെട്ട കടുത്ത നിലപാടുകളിലേക്ക് പോകണമെന്നുള്ളതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. ജീവനൊടുക്കിയ സോമസാഗരത്തിന്റെ വീടും CPIM നേതാക്കൾ സന്ദർശിച്ചു. ധനസഹായമായി കർഷക സംഘം സ്വരൂപിച്ച 1 ലക്ഷം രൂപയുടെ ചെക്ക് കുടുംബത്തിന് കൈമാറി. ഞങ്ങൾ അന്ന് വന്ന് കണ്ടപ്പോൾ വന്ന ഒരു വിഷമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് ഞങ്ങൾ ചെയ്തതാണ്. അത് ബാക്കി നോക്കാം. സോമസാഗരത്തിന്റെ കുടുംബത്തിന് നിക്ഷേപം തിരികെ നൽകി തൽക്കാലം വിവാദം തണുപ്പിച്ചെങ്കിലും കൂടുതൽ നിക്ഷേപകർ പണം ചോദിച്ച് ബാങ്കിലെത്തുന്നുണ്ട്. ഇവർക്ക് പണം നൽകാൻ തൽക്കാലം ബാങ്കിന് നിർവാഹമില്ല. 2018-ൽ ഹൈക്കോടതി സ്റ്റേ ചെയ്ത ബാങ്കിന്റെ ഓഡിറ്റ് നിലവിലെ സാഹചര്യം ബോധ്യപ്പെടുത്തി അനുകൂലമാക്കാനാണ് സഹകരണ വകുപ്പിന്റെ നീക്കം. അഡ്മിനിസ്ട്രേറ്റർ ഭരണം ഏർപ്പെടുത്താനും നീക്കം തുടങ്ങിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം.